ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിൻ്റെക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ പാറു തിരിച്ചും മറിച്ചും പ്രിയനോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനായിട്ടാണോ പ്രിയൻ ചേട്ടാ എപ്പോഴും അങ്ങോട്ട് വന്ന് ഓരോന്നൊക്കെ ചോദിക്കണത്? പ്രിയൻ ചേട്ടനല്ലേ ഗന്ധർവനെ കുറിച്ച് ഓരോന്നൊക്കെ എന്നോട് പറയണത്? ഗന്ധർവൻ ഒരിക്കലും ചതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയൻ ചേട്ടനല്ലേ എന്നോട് പറയാറ്? അതുമാത്രമല്ല, ആ നന്ദൻ എന്നെ ഗന്ധർവനാണെന്ന് പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി വന്നപ്പോൾ പ്രിയൻ ചേട്ടനല്ലേ അയാളുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചത്? നിന്റെ ഗന്ധർവൻ ഒരു ചതിയനല്ല, നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചിട്ട് ഇപ്പൊ എന്തിനാ പ്രിയൻചേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ പ്രിയൻചേട്ടനോട് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രിയനും വരാത്ത ബുദ്ധിമുട്ട് തോന്നാട്ടോ. പ്രിയൻ പാറുവിനോട് പറയണ്ട്, സോറി പാറു, ഞാൻ ഓരോരോ ടെൻഷനിൽ അറിയാതെ നിന്നോട് ദേഷ്യപ്പെട്ടതാണ്, നീ എന്നോട് ക്ഷമിക്ക്. അത് വേറൊന്നുമല്ല പാറു, നീ ഇനി ഗന്ധർവനെ കുറിച്ച് ആലോചിച്ച് നിന്റെ സമയം കളയരുത്. അതെന്താ പ്രിയൻചേട്ടാ, ഗന്ധർവൻ എന്താ എന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞോ? ഗന്ധർവന് ഇത്രയും നാൾ എന്നോടുണ്ടായിരുന്ന പ്രണയം അത് ഒരു ദിവസം കൊണ്ട് പോയോ? എന്താ പ്രിയഞ്ചേട്ടൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്നവരെ ഒരു കുഴപ്പം ഉണ്ടായില്ല, പെട്ടെന്ന് പ്രിയഞ്ചേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഗന്ധർവന് എന്താ പ്രിയഞ്ചേട്ടൻ സംഭവിച്ചത്? ഗന്ധർവൻ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞോ? പറ, എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ പ്രിയം പറയണ്ട്, പാറു, നീ ഗന്ധർവനെ കുറിച്ച് ആലോചിച്ച് ഇനി സമയം കളയണ്ട. നീ മനസ്സിൽ കരുതിക്കോ, ഗന്ധർവൻ എന്ന് പറഞ്ഞ ആള് ഇനിയില്ല, ഇനി ഒരിക്കലും അയാൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. അതെന്താ പ്രിയഞ്ചേട്ടൻ അങ്ങനെയൊക്കെ പറയണത്? ഇത്രയും നാള് മനസ്സിൽ ഒരാളെ വെച്ച് പ്രതിഷ്ഠിച്ചായിരുന്നില്ല ഗന്ധർവൻ എന്ന് പറഞ്ഞിട്ട്, ആ ഗന്ധർവൻ പെട്ടെന്നൊരു ദിവസം ഇല്ലെന്ന് പറഞ്ഞ പ്രിയഞ്ചേട്ടാ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. സത്യം പറ പ്രിയഞ്ചേട്ടാ, ഗന്ധർവൻ എന്ന് പറഞ്ഞ ആള് ശരിക്കും ഉണ്ടോ? അതോ പ്രിയഞ്ചേട്ടൻ എന്നെ വെറുതെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും പാറു, ഞാൻ പറഞ്ഞല്ലോ, നീ ഇനി ഗന്ധർവനെ കുറിച്ച് ആലോചിച്ച് സമയം കളയരുത്. നീ നിന്റെ സമയം വെറുതെ കളയാ പാറു. ഒരിക്കലും ഗന്ധർവനെ നിന്നെ സ്വന്തമാക്കാൻ സാധിക്കില്ല, നിനക്ക് ഗന്ധർവനെ സ്വന്തമാക്കാൻ സാധിക്കില്ല. അതെന്താ പാറു? നിന്റെ നിന്റെ ലോകം എന്ന് പറയണത് ചേച്ചി, അമ്മ, അച്ഛൻ ഒക്കെയാണ്. പക്ഷെ നാളൊരു സമയത്ത് നിന്റെ ചേച്ചിയുടെ വിവാഹം നടക്കണം, നിന്റെ വീട്ടുകാർ നല്ല രീതിയിൽ ജീവിക്കണം, നിനക്കൊരു വിവാഹ ജീവിതം വേണം, എല്ലാം സ്വപ്നം കാണണം. നീ ഗന്ധർവനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും ഇതൊന്നും നടക്കില്ല പാറു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിനക്ക് നല്ലൊരു ജീവിതം മുന്നിലുണ്ട്, നീ അത് നശിപ്പിച്ച് കളയരുത്, കൈവിട്ട് കളയരുത്. എനിക്ക് എന്ത് ജീവിതം ഉണ്ടെന്ന പ്രിയചേട്ട പറഞ്ഞത്? ഗന്ധർവന് ശരിക്കും എനിക്ക് കാണാതെ അല്ലെങ്കിൽ ഗന്ധർവൻ അറിയാതെ വേറെ ഏത് ജീവിതം നന്നാവുന്ന പ്രിയചേട്ടൻ പറഞ്ഞത്? എനിക്ക് പ്രിയഞ്ചേട്ടൻ മനസ്സിലാവുന്നില്ല. പ്രിയഞ്ചേട്ടൻ പറഞ്ഞ ഈ ഓരോരോ വാക്കുകളുണ്ടല്ലോ, അത് എത്രമാത്രം എന്നെ കുത്തി നോവിക്കേണ്ടെന്ന് അറിയാവോ പ്രിയഞ്ചേട്ടൻ? എൻ്റെ മനസ്സിൽ ഇത്രയും നാളെ പ്രണയം കൊണ്ട് ഉറങ്ങാതെയും ഉണ്ണാതെയും ഒക്കെ ഗന്ധർവൻ ഗന്ധർവൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ മനസ്സിൽ ഒരു സെക്കൻഡ് കൊണ്ടിട്ടാണ് പ്രിയഞ്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അത് എൻ്റെ മനസ്സിൽ എത്രമാത്രം മുറിവേൽപ്പിക്കണമെന്ന് അറിയാവോ? ഒരാളെ പ്രണയിക്കുമ്പോൾ അയാളെ പെട്ടെന്ന് കിട്ടില്ല, അയാളെ മറന്നു കളഞ്ഞേക്കെന്ന് പറഞ്ഞ് അങ്ങനെ മറന്നു കളയാൻ പറ്റുമോ പ്രിയഞ്ചേട്ടാ? ഞാനിനിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ആരെയും വിവാഹം കഴിക്കില്ല. ഗന്ധർവൻ എൻ്റെ മുമ്പിൽ വരുന്നവരെ ഗന്ധർവനെ മാത്രം ഞാൻ വിവാഹം കഴിച്ചിട്ട് ജീവിച്ചോളാം, അങ്ങനെ വിചാരിച്ച് ഞാൻ എൻ്റെ ജീവിതം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പാറു ഉടന്ന് പോവാട്ടോ. പാറുവിൻ്റെ ആത്മാർത്ഥ സ്നേഹം കാണുമ്പോഴേക്കും പ്രിയന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നാണ്. ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവളുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും പോയേ പറ്റൂ, അതിന് ഒരു വഴിയേ ഉള്ളൂ, അതെ അത് തന്നെയാ ചെയ്യേണ്ടത് എന്ന് പ്രിയം വിചാരിക്കുകയാണ്. രാവിലെ പ്രിയം ജോലിക്ക് പോകുമ്പോഴേക്കും നിനക്ക് ഞാൻ ടിഫിൻ എടുത്ത് തരാടാ എന്ന് അമ്മ പറയുമ്പോൾ, വേണ്ടമ്മേ എനിക്ക് ടിഫിൻ വേണ്ട. അതെന്താ, നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? അതോ ഇന്ന് ആരുടെയെങ്കിലും പിറന്നാളോ എന്തെങ്കിലും ചിലവോ കാര്യങ്ങളുണ്ടോ അതുകൊണ്ടിട്ടാണോ? അതൊന്നും അല്ലമ്മേ, പിന്നെന്താണ് നീ ഭക്ഷണം കഴിക്കാത്ത? അമ്മേ, ഇനി ഞാൻ ആ ജോലിക്ക് പോകുന്നില്ല. ജോലിക്ക് പോകുന്നില്ലെന്നോ? അതെ, ഞാനത് റിസൈൻ ചെയ്യാൻ വേണ്ടി പോവാ. നീ എന്തൊക്കെയാടാ പറഞ്ഞത്? ജോലിക്ക് പോകുന്നില്ല, റിസൈൻ ചെയ്യാൻ പോവാണെന്നോ? എടാ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം എന്താകും? അമ്മേ, എനിക്ക് നല്ല തണ്ടും തടിയില്ലേ, ഞാൻ എന്തെങ്കിലും ജോലി എടുത്ത് നിങ്ങളെ നോക്കിക്കോളാം, എന്താ അതുപോരെ എന്ന് പറഞ്ഞ പ്രിയൻ അവിടെ നിന്ന് പോവാണ്. എടാ മോനെ പ്രിയ, പറയണ കേക്കടാ, പറയണ കേക്ക് എന്ന് അമ്മ പറയുന്നുണ്ടെങ്കിലും പ്രിയൻ അത് മൈൻഡ് വെക്കാതെ പോകുവാട്ടോ. ആ സമയം പ്രിയനെ കാണണില്ല കേട്ടോ കമ്പനിയിലെ. ആ ദേഷ്യമല്ല നിന്നെ കരുനാഗം പാർവതി എടുത്താണ് തീർക്കണത്. പാർവതി എന്തൊക്കെയോ ആലോചിച്ച് കമ്പനിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കരുനാഗം വരുന്നുണ്ട്. എടി പാർവതി, എടി പാർവതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പാർവതി അതൊന്നും കേൾക്കുന്നേ ഇല്ല കേട്ടോ. പാർവതിയുടെ മനസ്സിൽ പ്രിയൻ ഇന്നലെ പറഞ്ഞ ഗന്ധർവനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ശേഷം പാർവതി വേറെ ഏതോ ലോകത്താന്ന് മനസ്സിലായ കരുനകം പാർവതിനെ ഇങ്ങനെ തള്ളിയിടാൻ വേണ്ടി നോക്കുവാട്ടോ. പാർവതി പെട്ടെന്ന് വീഴാൻ പോകുമ്പോൾ, എന്താ സർ, അല്ല നീ ഈ ലോകത്തൊന്നും അല്ലേ, പണിയെടുക്കാൻ വേണ്ടിയിട്ടല്ല നീ വന്നെങ്കിൽ ഇറങ്ങി പോടി, റിസൈൻ ചെയ്തിട്ട് പോവാൻ നോക്ക് നീയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പാർവതിനെ അങ്ങനെ കളിയാക്കിയിട്ട് കരുനാഗനും അവിടുന്ന് പോവാട്ടോ. പാർവതി അവിടുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ജയന്തിയും സൗന്ദര്യൊക്കെ ചോദിക്കണ്ട്, പാറു നിനക്ക് എന്താ പറ്റിയത്? നീ ഇവിടെയൊന്നും അല്ലേ? എന്തു പറ്റി പാറു? വീട്ടിലെ ആധാരമൊക്കെ എടുത്തു കൊടുത്തല്ലോ, പിന്നെ നിനക്കിനി എന്താ വിഷമം എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല,
ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് പാർവതി മൂലക്കിരുന്ന് മാറിക്കരയാണ്. ശേഷം ചോദിക്കുന്നുണ്ട്, പ്രിയൻ ചേട്ടൻ ഇതുവരെ വന്നില്ലേ? ഇതുവരെ എത്തിയില്ല പാറു എന്ന് ജയന്തിയും പറയാണ്. ആ സമയത്താണ് പ്രിയൻ അവിടേക്ക് വരുന്നത്. പക്ഷേ ഓഫീസിലേക്കാട്ടോ നേരെ കയറി ചെല്ലണത്. ഓഫീസിലേക്ക് കയറി ചെല്ലുന്ന പ്രിയനെ കാണുമ്പോൾ തന്നെ മുക്ത ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കറിയില്ലേ ഇവിടെ കയറി വരാൻ പാടില്ലെന്ന്? നീ എന്ത് ധൈര്യത്തിലാ ഇവിടേക്ക് കയറി വന്നത്? ചോദിക്കുമ്പോഴേക്കും പ്രിയം പറയണ്ടേ, എനിക്കറിയാം ഇവിടെ കയറി വരാൻ പാടില്ലെന്ന്, പിന്നെ എന്തിനാടാ നീ ഇവിടെ കയറി വന്നത്? ഞാൻ കയറി വന്ന മേഡം എന്ത് ചെയ്യും? ഇവിടുന്ന് ഇറങ്ങിപ്പോ. ഇല്ല പോയില്ലെങ്കിലോ? നിന്റെ വർക്ക് ഇവിടെയാണോ? നിന്റെ വർക്ക് പുറത്താണ്, പുറത്തു പോടാ എന്ന് പറയുമ്പോഴേക്കും ഞാൻ വർക്ക് ചെയ്യാനല്ല വന്നത്. പിന്നെ പിന്നെ നീ എന്തിനാ വന്നത്? ദേ ഇത് കൈലാസ് സാറിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഇതെന്താ ഇത്? ഇതെന്റെ റിസൈൻ ലെറ്റർ ആണ് എന്ന് പറയാണ്. റിസൈനോ? നീ റിസൈൻ ചെയ്യാൻ പോവാണോ? അതെ, എനിക്കിനി ഈ ജോലി വേണ്ട. കാരണം കാരണം മേഡത്തിനെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് ജോലി വേണ്ട, അത്രയേ ഉള്ളൂ. ഒരു മാസത്തെ സാലറി നിനക്ക് കിട്ടില്ല, അത് നിനക്കറിയാവോ? എല്ലാം എനിക്കറിയാം. സാലറി തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഈ ജോലി വേണ്ട. എനിക്ക് എത്രയും പെട്ടെന്ന് റിസൈൻ ചെയ്യണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ, നാളെ തൊട്ട് ഞാൻ കമ്പനി വരില്ല. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇവിടെ നിനക്ക് പകരം ആളെയൊക്കെ വെക്കണ്ടേ? എന്തായാലും ഞാൻ കൈലാസ് സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് പ്രിയൻ വേഗം തന്നെ കൈലാസിന്റെ ക്യാബിനിലേക്ക് പോവാട്ടോ. കൈലാസ് പ്രിയ വാ എന്ന് പറയുമ്പോഴേക്കും പ്രിയൻ പറയണ്ട, സർ ഞാൻ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ പ്രിയ? സർ ഞാൻ ഈ ജോലി റിസൈൻ ചെയ്യാൻ പോവാ. ഏ പ്രിയൻ എന്താ പറഞ്ഞ? റിസൈൻ ചെയ്യാൻ പോകണമെന്നോ? അതിനിവിടെ എന്തു പറ്റി? എന്താ കരുനാഗനോ മുക്തയോ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സർ, അതുകൊണ്ടൊന്നുമല്ല. ശരിയാവില്ല സർ, എനിക്കെന്തോ ഈ ജോലി ശരിയാവില്ല. ഞാൻ വേറെ ഏതെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യാൻ പോവാ. എന്താ പ്രിയ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞാൻ സോൾവ് ആക്കി തരാം. സാലറിയുടെ എന്തെങ്കിലും പ്രശ്നമാണോ? ഇവിടെ നിങ്ങളുടെയൊക്കെ സാലറി കൂട്ടാൻ വേണ്ടി ഞങ്ങളൊരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. ഉടനെ തന്നെ നിങ്ങളുടെ സാലറി ചെറിയൊരു രീതിയിൽ കൂടുതലുണ്ട്, വർധന വരും എന്നൊക്കെ കൈലാസ് പറയുമ്പോൾ അതുകൊണ്ടൊന്നും അല്ല സർ, എനിക്കിവിടെ കിട്ടുന്ന സാലറി ഓക്കെയാണ്. പക്ഷെ ഞാൻ ഈ ജോലി ചെയ്താൽ ശരിയാവില്ല. പ്രിയൻ എന്താ കാരണം? പ്ലീസ് സർ, കാരണമൊന്നും ചോദിക്കരുത്, എനിക്ക് പറ്റാനിട്ടാണ്. പ്ലീസ് സാർ ഇതിനെ എതിർത്തൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് പ്രിയൻ കൈലാസിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോവാട്ടോ. അത് കേൾക്കുമ്പോൾ കൈലാസിന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നാണ്. മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവൻ ഇതെന്ത് പറ്റി? ഇവനും കൈലാസും തമ്മിൽ പിണങ്ങിയോ? രണ്ടുപേരും തമ്മിൽ ഇതെന്തു പറ്റി? ഇവൻ്റെതല്ല പാർവതിനെ കെട്ടിവെച്ചിട്ട് കൈലാസിനെ സ്വന്തമാക്കാന്ന് വിചാരിച്ചാണ്. ഇവൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആ പാർവതി കൈലാസിന്റെ അടുത്തൊക്കെ ഒട്ടോലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവൻ പോവാതിരിക്കണേക്കും നല്ലത്. എന്നാലും കൈലാസിനോടൊന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് മുക്ത കൈലാസിന്റെ അടുത്തേക്ക് പോകണ്ട്. അതെ, പ്രിയൻ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോവാണെന്ന് കേട്ടല്ലോ. അതെ, അവന് മതിയായി പോകുവാണെന്നൊക്കെയാ പറഞ്ഞത്. അതെങ്ങനെ ശരിയാവും കൈലാസെ? അവനെ പകരം വേറെ ആളെ വെക്കണ്ടേ? അതൊന്നും പെട്ടെന്ന് ശരിയാവില്ല. അവനോട് പറ ഒരു മാസം കഴിഞ്ഞ് പോകാൻ പറ്റില്ലെന്ന്. ഞാൻ എന്ത് പറയാനാ മുക്ത? പ്രിയൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടാണ് വന്നേക്കണത്, എനിക്കറിയില്ല എന്നൊക്കെ കൈലാസും പറയാണ്. മുക്തക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. മുക്തയ്ക്ക് ആ കാര്യം കരുനാഗനോട് പറയണ്ട്. പിന്നീട് അവിടെ എല്ലാവരും അറിയുന്നുണ്ട്. പാർവതിക്ക് ആകെ വിഷമോട്ടോ. പാർവതി പ്രിയന്റെ കാല് പിടിക്കുന്ന പോലെ പറയുന്നുണ്ട്, വേണ്ട പ്രിയൻ ചേട്ടാ, പ്രിയൻ ചേട്ടൻ ഇവിടുന്ന് പോവല്ലേ പ്രിയൻ ചേട്ടാ, പ്രിയൻ ചേട്ടൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാനും പോകും, പ്രിയൻ ചേട്ടനില്ലാതെ എനിക്കിവിടെ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പാർവതിയുടെ യഥാർത്ഥ പ്രണയം പ്രിയൻ തിരിച്ചറിയുന്നുണ്ടെങ്കിലും അതൊക്കെ തള്ളിക്കളയാട്ടോ പ്രിയൻ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പ്രിയൻ തന്നെയാട്ടോ പാർവതിനെ വിവാഹം ചെയ്യുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.